എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇത്തവണ നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വിഷു ആയാലും കഴിഞ്ഞുപോയ ഈസ്റ്റർ ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് നമുക്ക് മിസ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ സമയവും കടന്നു പോകും. അപ്പോൾ ഞാൻ ഹാരിസ് അമീറലി കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളെല്ലാം കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അതായത് എന്നെ കുറിച്ച് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ക്ലിപ്പായിട്ട് അയച്ചു തരാൻ പറയുകയും അത് പ്രകാരം ധാരാളം വീഡിയോ ക്ലിപ്പുകൾ വന്ന് അതിൽ പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്ലിപ്പുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എൻ്റെ പേര് ബിബിൻ, വീട് തൃശ്ശൂരാണ്. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ഹാരിസ്ക ഒപ്പം പഠിച്ച കുട്ടിയെ തന്നെയാണ് വിവാഹം കഴിച്ചത്. പഠിത്തം, ജോലി, വിവാഹം, ഇതിനിടയിലുള്ള കുറച്ച് വർഷങ്ങൾ ഹാരിസ്കയുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. അപ്പോൾ ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണത് ആ പ്രണയം മെയിൻറ്റെയിൻ ചെയ്തു പോയത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ത്രില്ലൊക്കെയാണ്. പക്ഷെ അന്ന് വലിയ ത്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നൊക്കെയാണെങ്കിൽ മൊബൈലും മറ്റു സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ അന്ന് ഒന്നും ഉണ്ടായില്ല. ഒപ്പതൊരു പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മൾ വീട്ടിൽ പറഞ്ഞു. ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഉമ്മച്ചിയുടെ അടുത്ത് എൻ്റെ ഇഷ്ടം പറഞ്ഞു വെച്ചിരുന്നു. പിന്നീട് ഗൾഫിലൊക്കെ ചെന്നതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് വീട്ടുകാർ തമ്മിൽ ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ വിളിക്കുക ത്രൂ ഔട്ട് ഫോളോ അപ്പ് ആകാനൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെ വിളിച്ച് ഫോൺ ചെയ്യാനും കത്തുകൾ അയക്കാനുള്ളത്. കത്തുകളായിരുന്നു ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരുന്നത്. അത് വീട്ടുകാരെ പെർമിഷനോട് കൂടിയിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് വർഷങ്ങളോളം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കല്യാണത്തിന്റെ അന്ന് നിക്കാഹിന് ശേഷമാണ് കണ്ടത്. അപ്പൊ മരഞ്ചുറ്റി പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രണയത്തിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ പേര് ദിയ ബഷീർ. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാം സുഖമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എല്ലാം അടിപൊളിയായ വീഡിയോസാണ്. എനിക്ക് നിങ്ങളിൽ നിന്നും അറിയേണ്ടത് എഞ്ചിനീയറിംഗ് ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ്. ദുബായ് എഞ്ചിനീയറിംഗ് ജോബ് റിക്രൂട്ട്മെന്റ് ഒന്ന് വിശദമാക്കാമോ? എൻ്റെ പേര് ഷാജഹാൻ. എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ്. ഇപ്പോൾ ഹാരിസ്ക്കാണെങ്കിൽ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പല രാജ്യങ്ങളിലേക്കും, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ്, അങ്ങനെ പല കൺട്രികളിലേക്കും ആൾക്കാരെ വിസിറ്റിന് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഹാരിസ്ക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതായത് റിക്രൂട്ടിംഗ് പരമായിട്ട്? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ ഹാരിസ്ക്കാരുടെ സ്ഥാപനം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസപരമായിട്ടുള്ള രീതിയിൽ മറ്റൊരു ഫാമിലിയിൽ പോയി വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ജോബ് റിലേറ്റഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റോയൽസ്കൈ ഹോളിഡേസിന്റെ അണ്ടറിലല്ല. ബുഹാരി മാൻ പവർ സർവീസസ് എന്ന പേരിൽ നമുക്കൊരു റിക്രൂട്ട്മെന്റ് സ്ഥാപനം കൂടിയുണ്ട്. ഹെഡ് ഓഫീസ് ബോംബെയിലാണ്, കൊച്ചി ബ്രാഞ്ച് ഓഫീസാണ്. അതിന്റെ ചാർജും എനിക്കാണ്. അപ്പൊ ധാരാളം വേക്കൻസികളൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കൊട്ടും അനുകൂലമല്ല, ഈ കൊറോണ സമയങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ വീണ്ടും റിക്രൂട്ട്മെന്റിൽ സജീവമായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഇതൊക്കെ നമ്മുടെ ചാനലുകളിൽ വരുന്നതായിരിക്കും. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എന്തൊക്കെയാണ് വേക്കൻസി, ഏതാ കമ്പനി എന്നുള്ളതെല്ലാം തന്നെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി ചോദിച്ച പോലെ തന്നെ എഞ്ചിനീയേഴ്സിന് ധാരാളം വേക്കൻസികളുണ്ട്. സിവിലാണോ മെക്കാനിക്കലാണോ അത് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് പറയുക. ഇപ്പൊ എന്തായാലും പുതിയ അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ വരുന്നതായിരിക്കും. റോയൽസ്കൈ അല്ല, ബുഹാരി മാൻ പവർ സർവീസസിന്റെ അതിനെക്കുറിച്ച് വിശദമായുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ പേര് നഹാസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നാണ്. ഞാൻ ചോദിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് യാത്ര ചെയ്യും, ഒരുപാട് പേരെ യാത്ര ചെയ്യാൻ സഹായിക്കുകയും യാത്ര ഒരു പ്രൊഫഷനാക്കി എടുക്കുകയും ചെയ്ത ആളാണ്. അപ്പം എന്നേലും ഈ പ്രൊഫഷനിൽ നിന്നും ബാഡ് അനുഭവം ഉണ്ടായി, ഇത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴേലും? ഏതൊരു ബിസിനസ്സിലും പ്രതിസന്ധികള്, പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണത്. അത് ചിലത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നമ്മളെ സംബന്ധിച്ചോളം എന്തൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അതിനാൽ തന്നെ നമുക്ക് വേണ്ട എന്നുള്ളൊരു തോന്നലില്ല. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട്. ഞാൻ മലപ്പുറത്തുനിന്ന് വൈലത്തൂരിൽ നിന്നാണ്. എൻ്റെ പേര് മുഹമ്മദ് ഇസാഖ് എന്നാണ്. സ്ഥിരമായിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് ഷാർജയിൽ വെച്ചിട്ട് കുറച്ച് മുമ്പുണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല, ജയിലിൽ ഒരു 15 ദിവസം എന്തോ കിടന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് കണ്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കണം. ഷാർജയിലെ ജയിലനുഭവങ്ങൾ വളരെ വിഷമം നിറഞ്ഞതായിരുന്നു. ഒരുപാട് വർഷങ്ങളോളം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഈ വരും ദിവസത്തിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹരിസിക, എൻ്റെ പേര് രാഹുൽ രാജ് എന്നാണ്. ഞാൻ ഹരിപ്പാട് നിന്നാണ്.
സംസാരിക്കുന്നത്. ഹാരിസിക്കയുടെ വീഡിയോ കണ്ടിരുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടിരുന്നു. അതിൽ ഹാരിസിക്ക ഒരു ഷൂട്ടർ ആണെന്ന് അറിഞ്ഞു. നല്ല കാര്യം. ഞാൻ ചോദിക്കുന്ന ഒരുപാട് അംഗീകാരങ്ങൾ നേടിയിട്ടും എന്തുകൊണ്ട് ഹാരിസിക്ക അതൊരു പാഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഹായ് ഹാരിസിക്ക, എൻ്റെ പേര് ബേസിൽ ഷിബി. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. എനിക്ക് ഹാരിസിക്കനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹാരിസിക്ക. ഹാരിസിക്കയുടെ ബ്ലോഗെല്ലാം ഞാൻ കാണാറുണ്ട്. തായ്ലാൻഡ് വീഡിയോസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ്. ഞാൻ അവിടേക്ക് പോയിട്ടുമുണ്ട്. പിന്നെ ഹാരിസിക്കയുടെ വീട്ടിലുള്ള കുറച്ച് വെപ്പൺസും അതിൻ്റെ വീഡിയോസൊക്കെ ഒരു ഹോം എൻ്റെ വീട് എന്ന് പറഞ്ഞൊരു വ്ളോഗിലിട്ടുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസും ആ വെപ്പൺസിനുള്ള ഡീറ്റെയിൽസും എല്ലാം എനിക്കൊന്ന് കാണാനായിട്ടുള്ള ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു എപ്പോൾ ഇടുന്നൊക്കെയാണെന്ന്. ആ വീഡിയോ ഒന്ന് പ്ലീസ് ഇട ഹാരിസിക്ക, പ്ലീസ്. അസ്സലാമലൈക്കും ഹാരിസ്ക. എന്റെ പേര് ഫാസിർ അബൂബക്കർ. വീട് ചാവക്കാട് മന്നലാകുന്നു. ഇപ്പോ ഹൗസ് ഡ്രൈവറായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഹാരിസ്ക ഷൂട്ടർ എന്ന് പറഞ്ഞല്ലോ. എന്റെ ചോദ്യം, ഹാരിസ്ക എങ്ങനെയാണ് ഷൂട്ടർ എന്ന നിലയിൽ കേരള ടീമിൽ കയറിയ ആ സാഹചര്യം, ആ തുടക്കം എങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഷാനാസ് എന്നാണ്. എൻ്റെ നാട് അടൂരാണ്. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ്. ഇക്കാടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എനിക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ളത് ഇക്കാടെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പിന്നെ ആ ചക്കയുടെ വീഡിയോ ഇട്ടത് വളരെ വലിയൊരു ചെയ്തായിപ്പോയി കേട്ടോ. പിന്നെ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് ഇക്കാടെ തോക്കിനെ കുറിച്ചുള്ളൊരു റിവ്യൂ. ഞാനത് പലപ്പോഴും പല വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ തോക്ക് ജീവിതം എന്ന് പറഞ്ഞിട്ട് വേറൊരു എപ്പിസോഡ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഷൂട്ടിങ്ങിലേക്ക് ഞാൻ വന്നതും അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയതും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിനകത്ത് അറിയാം. അപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. അപ്പോൾ ആ കാഴ്ചകൾ തീർച്ചയായിട്ടും വരും എപ്പിസോഡുകളിൽ കാണാം. ഞാൻ ഷിഹാസ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പൂക്കോടുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ എനിക്ക് ഹാരിസ്ഖാനിൽ നിന്ന് അറിയാനുള്ളത്, ഹാരിസ്ഖാക്ക് ഇപ്പോൾ ഈ വേൾഡ് വൈഡ് യാത്രകളിലും മറ്റും ഓരോരുത്തരായിട്ട് തന്ന ഗിഫ്റ്റുകളെ ശേഖരങ്ങൾ, കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ശേഖരങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ. അങ്ങനെ യാത്രയിലൊന്നും ധാരാളം സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് ഓരോ രാജ്യങ്ങളിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട്. അവരോടൊപ്പം ഭക്ഷണ വിരുന്നുകളിലും മറ്റൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ കാര്യപ്പെട്ട സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും കൊച്ചു കൊച്ചു സമ്മാനങ്ങളാണ്. അതിനകത്തൊന്നും കാര്യമായിട്ട് പുതുമകളൊന്നും തന്നെയില്ല. പക്ഷെ ഞാനതിന് വളരെ വാല്യൂ ആയിട്ട് കാണുന്നു. പക്ഷെ ഒരുപക്ഷെ സഹോദരൻ ചിന്തിച്ച പോലെ ഒരുപാട് സമ്മാന കളക്ഷനുകളൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, അങ്ങനെ കാണിക്കാൻ തക്ക വണ്ണത്തിൽ. പക്ഷെ നമുക്കല്ലാതെ കിട്ടിയ അച്ചീവ്മെന്റ്സ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള തോക്ക് ജീവിതത്തിൽ നമുക്ക് അതിന്റെ വീഡിയോ കാണാം. എൻ്റെ പേര് അനീസ്. ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. നാട് മലപ്പുറം. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ സ്വഭാവത്തിൻ്റെ രഹസ്യം എന്താ? ഹായ് ഹാരിസിക്ക, എൻ്റെ പേര് ദിലീപ്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഹാരിസിക്കയുടെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എൻ്റെ പേര് ദിലീപ് എന്നാണ്. പട്ടാമ്പിയുടെ സ്ഥലം. ഒക്കെ എങ്ങനെ ഇത്ര സിമ്പിളായത്, അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. എങ്ങനെ സാധിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ചോദ്യം തന്നെ. സൗന്ദര്യവും അതുപോലെ എങ്ങനെ സിമ്പിളായി എന്നുള്ളത് രണ്ടും പ്രേക്ഷകരാണ് നമുക്ക് ചാർത്തി തന്ന പട്ടമാണ്. അത് രണ്ടും ദൈവസൃഷ്ടിയിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. വിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയ രീതി, ആ ഒരു രീതിയിലാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡ് ഹോസ്പിറ്റാലിറ്റി ആകുമ്പോൾ നമ്മുടെ ജോലിയുടെ സ്വഭാവം അങ്ങനെ ആയതിനാൽ തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വരാം. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കണം. എന്തായാലും നിങ്ങൾ കമന്റ് സെക്ഷനിലൊക്കെ ഞാൻ കാണാറുണ്ട്. വളരെ സന്തോഷമാണ്. നിങ്ങളാണ് അത്തരം ഒരു അംഗീകാരം തന്നത്. വളരെ സന്തോഷം. ഞാൻ കോഴിക്കോട് കുവിലാണ്ടി സ്വദേശിയാണ്. ഇപ്പോൾ ഖത്തറിലാണ്. ഇതിനോടകം ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അതിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? ഞാൻ ശിവദർശ് പ്രകാശ്, കൊല്ലത്ത് നിന്നാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമ്മൾ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് മെഷർ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടിരിക്കും. പല ഇതാണ്. ചില രാജ്യങ്ങളിലെ ഭൂപ്രകൃതിയാണെങ്കിൽ ചില രീതിയിലുള്ള, ചില രാജ്യങ്ങളിലെ കൾച്ചർ ടോട്ടലി വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലയിടത്ത് ഭക്ഷണ രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തായ്ലൻഡാണ്. കൊല്ലത്തുനിന്ന് സുബിനാണ്.
ഇൻഷാ അല്ലാ ഇക്ക എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ ഒരു വലിയ ശരീരത്തെ കെട്ടിപ്പിടിച്ചൊരു മുത്തം തരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്താണ് ഇക്ക, ലൈഫിൽ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും എപ്പോഴെങ്കിലും ലൈഫിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും? ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ടു വിയർഡ്. എന്നാലും ഇക്ക ആൻസർ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് കിട്ടാനുള്ള സാലറി ചോദിച്ചതിന്റെ പേരിൽ ജയിലിലിട്ട് നമ്മളെ തിരിച്ച് കയറ്റി വിടുമ്പോൾ ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റില്ല എന്ന ഉള്ള സീലോട് കൂടിയിട്ട്, നോ എൻട്രി സീലോട് കൂടിയിട്ട് കോഴിക്കോട് വിമാനം ഇറങ്ങുമ്പോൾ ഇനി മുന്നോട്ട് ജീവിക്കാൻ വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ മനസ്സിലേക്ക് വന്ന ഒരു മണ്ടൻ ആശയമായിരുന്നു എങ്ങനെയെങ്കിലും ജീവൻ ഒടുക്കുക എന്നുള്ളത്. ഒരു പക്ഷെ അന്ന് ജീവൻ ഒടുക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. പക്ഷെ അവിടെ നിന്ന് ഒരു നല്ല രീതിയിൽ കൂടുതൽ കയ്യിലൊന്നുമില്ല, ഇനി ജീവിക്കാൻ വേറൊരു വഴിയുമില്ല. അപ്പൊ അവിടെ നിന്ന് തിരിച്ചുള്ള ഒരു നടത്തം എന്തായാലും മുന്നോട്ട് വെച്ച് കാണാം. നമ്മൾ എന്ത് തന്നെയായാലും നേരിടുക തന്നെ. ആ നേരിടുന്ന രീതിയാണ് എന്നെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഹലോ ആരിസ്ക, എൻ്റെ പേര് അസ്ലം ചുക്ക്. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട്. ഇപ്പോൾ ഞാൻ ഉള്ളത് സൗദി അറേബ്യയിലെ റിയാദിലാണ്. 8 വർഷത്തോളമായി ഇവിടെ. അപ്പോൾ ഫ്രീ കിട്ടുമ്പോഴൊക്കെ ആരിസ്ഖാൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. ആരിസ്ക വല്ലാത്തൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. മാത്രമല്ല ആരിസ്ഖാൻ്റെ അവസാനമായിട്ട് വാപ്പച്ചിൻ്റെ വേർപാടിൻ്റെ വീഡിയോ വല്ലാത്ത ഫീലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. അതായത് നമ്മൾ പല പ്രതിസന്ധി ഘട്ടത്തിലും ആരിസ്ക ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് ഈ പൊസിഷനിൽ എത്തുമ്പോഴേക്ക് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പല പ്രതിസന്ധി ഘട്ടത്തിലും തരണം ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഓവർകം ചെയ്യാൻ എന്താണ് മാനസികമായി നമ്മൾ ചെയ്യേണ്ടത്? എൻ്റെ പേര് ജയ്ശ്രീ പി എസ്, വയനാട്ടിൽ നിന്നാണ്. നമസ്കാരം ആരിസ്ക. ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടും താങ്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ച ആ ഘടകം എന്താണ്? പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തളരാതിരിക്കുക, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ അലർട്ട് ആവുകയും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, അതായത് നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഒരു രീതി സ്കെയില് മാറ്റണം. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ആയിട്ട് കുറേയും കൂടിയും നമ്മൾ ഇൻവോൾവ് ആവുക. ഏതാണ് നമ്മുടെ പ്രവർത്തന മേഖല, ബിസിനസ് ആയിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നാൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് അത് ജീവിക്കാം. ഹായ് ഇക്ക, എൻ്റെ പേര് നബീൽ എന്നാണ്. ഞാൻ ഇടപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ ഇക്കാര്യടുത്ത് നിന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ തായ്ലൻഡ്, പട്ടായ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ പല വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് വീഡിയോ വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ട് അത് തിരിച്ച് നാട്ടിൽ സംപ്രേഷണം ചെയ്ത് ഇവിടെ അത് കണ്ട് നാട്ടിലെത്തുമ്പോഴത്തേക്കും നാട്ടുകാരോട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ നാട്ടുകാരെന്താണ്, എങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇക്കാനോട് അതിൽ കാണിക്കുന്നത്? കട്ട ഫാനാണ്. ചോദിക്കാനുള്ളത് ആരിസ്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും നാട്ടുകാരെന്ത് പറയുന്നുള്ളതാണ്. ഇത് രണ്ടും ഉത്തരങ്ങളില്ലാത്ത കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റത്തിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഓരോ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് നമുക്ക് അതിന് മാർക്ക് ഇടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം വെറൈറ്റീസ് ആണ് നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ പുതുമകൾ എന്നും ഞാനത് സ്വീകരിക്കാറുണ്ട്, ഞാനത് കഴിച്ച് കാണിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ നാട്ടിലെ ആളുകൾ, ഞാനൊരാള് ലോകത്തിൽ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു സംഭവമല്ല. ആ നാട്ടിലെ അവിടുത്തെ ഭക്ഷണ രീതിയാണ്, അവിടുത്തെ സ്വദേശികൾ കഴിക്കുന്നതാണ്, ആ ഒരു ഭക്ഷണമാണ് ഞാൻ മേടിച്ച് കഴിക്കുന്നത്. അതിനാൽ തന്നെ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളത് കഴിച്ച് കാണിക്കുന്നു. ഈ നാട്ടിൽ ഇങ്ങനെയും ഭക്ഷണ രീതിയുണ്ട്, അത് ഞാനും കഴിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ കഴിച്ചാൽ, ഇതിന്റെ രുചി ഇതാണ് എന്നൊക്കെ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നിലുള്ള ഒരു നെഗറ്റീവ് സൈഡുകളൊന്നും ഞാൻ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നൗഫല് കോഴിക്കോട് മാത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. IMB ട്രിപ്പിൽ സുജിത് ഭക്തനും പിന്നെ അതേപോലെ എമിൽ ബ്രോയും ഒരുപാട് നിങ്ങളെ തമാശക്കെങ്കിലും കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അവരായിട്ടുള്ള ബന്ധം എത്രത്തോളം ആഴമുള്ളതാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ നന്നാവുമായിരുന്നു. എൻ്റെ പേര് അഭിനവ്, വീട് ഇവിടെ അങ്കമാലിലാണ്. എനിക്ക് ഇക്കനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ INB ട്രിപ്പിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റും പിന്നെ ഏറ്റവും വേസ്റ്റ് മൊമെൻറ്റും ഏതാണെന്ന് പറയാമോ? INB യാത്രയിൽ അങ്ങനെ കളിയാക്കലുകളൊന്നും അങ്ങനെ നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം അതായിരുന്നു യാത്രയുടെ ത്രില്ല്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കുന്നു, പല സ്ഥലത്ത് നിർത്തുന്നു, വീഡിയോസ് എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഇത്തരം തമാശകളാണ് ആ യാത്രയുടെ ഊർജം. പിന്നെ INB ട്രിപ്പിൽ മറക്കാനാവാത്ത മൊമെന്റ് എന്ന് പറയുന്നില്ല. എല്ലാ ദിവസവും എന്നും നല്ലത് തന്നെയായിരുന്നു, ശരിയായ രീതിയിൽ എൻജോയ് ചെയ്തത്. അതിന് ഒരു നിലക്കും നമുക്ക് തന്നെ കീറി മുറിച്ച് ഏറ്റവും സൂപ്പർ ഈ ദിവസം, മോശം ഈ ദിവസം എന്നൊന്നും പറയാനില്ല. ഞാൻ ഫൈസൽ, എൻ്റെ സ്വദേശം കണ്ണൂരാണ്.
കണ്ണൂർ മുഴക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒത്തിരി രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് ബ്ലോഗ് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായ ബ്ലോഗുകൾ പല രാജ്യങ്ങളിലും ഭക്ഷണത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് ഇക്കയുടെ മെയിൻ ഒരു ജോലിയായിട്ട് കൊണ്ടു നടക്കുകയാണോ അല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സൈഡിലൂടെ മാത്രം സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണോ? വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത മാർഗമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ വരുന്ന കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ തന്നെ ഈ വ്ളോഗുകൾ കണ്ടിട്ട് വരുന്നതാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നമ്മൾ പോകുന്ന സ്ഥലങ്ങളും മറ്റും കാണിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ അവരത് കണ്ട് മനസ്സിലാക്കുകയും ഈ സ്ഥലത്ത് പോകാമല്ലോ, ഇത് സേഫ് ആണല്ലോ, ഇന്ന കാഴ്ചകളുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അത് പ്രകാരം അവരുടെ സഞ്ചാരപാത, അതായത് അവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വഴികളും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ജോലിയും കൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതുവഴി. ഹലോ ഹാരിസ്ക, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതിൻ്റെ ഒരു കൂട്ടത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ വളരെ ഒരു മെച്ചമായിരുന്നു കേട്ടോ. നമുക്ക് ട്രാവലിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ഗ്രൂപ്പുകളുണ്ട്, നമ്മളോടൊപ്പമുള്ള ഗ്രൂപ്പ് ടൂറുകൾ. ഓരോ ഗ്രൂപ്പുകളും പോയി വരുമ്പോൾ ആ ഗ്രൂപ്പുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. പിന്നെ കോമൺ ആയിട്ട് യാത്ര ചെയ്യാത്തവർക്കും എല്ലാവർക്കും കൂടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഹാരിസ്ക, ഞാൻ ബഷീറാണ്, മധ്യപ്രദേശ് ഗ്വാളിയറിൽ നിന്ന്. ഹാരിസ്ഖാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ബിസിനസ്സും യൂട്യൂബും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? യൂട്യൂബും ബിസിനസ്സൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളത് ഇതേ സമയം തന്നെയാണ്, 24 മണിക്കൂർ എന്ന് പറയുന്നത്. ആ സമയം ഒരു ദിവസം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണത്. അപ്പോൾ നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് തന്നെ അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ പേര് ഫവാസ്, വീട് മലപ്പുറം. ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഹാരിസ് ഖാൻ്റെ കൂടെ ഒരു യാത്ര എനിക്ക് സാധ്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ പൈസ ഉള്ളവർക്ക് പറഞ്ഞ പണിയാണോ? സാധാരണക്കാർക്കും യാത്ര ചെയ്യാലോ. സാധാരണക്ക് യാത്ര ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ, അതിനെ പറ്റിയ രാജ്യങ്ങളുമുണ്ട്. ഒരുപാട് സാമ്പത്തിക ചെലവില്ലാതെ പോകാവുന്ന രാജ്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ചായക്കട നടത്തിയിട്ട് പോകുന്ന ഭാര്യയും ഭർത്താവും സഞ്ചരിച്ച രാജ്യങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. നമ്മൾ നമ്മുടെ യാത്രക്ക് വേണ്ട തുക നമ്മൾ പടിപടിയായിട്ട് സ്വരൂപിച്ച് നമുക്ക് ഒരു വർഷത്തേക്കുള്ള യാത്രയൊക്കെ തിട്ടപ്പെടുത്തിയാൽ ഭംഗിയായിട്ട് പോകാവുന്നേ ഉള്ളൂ. എൻ്റെ പേര് ഇസ്മായിൽ, ഞാൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്ക് അടുത്താണ് എൻ്റെ വീട്. ഞാനൊരു യൂട്യൂബറാണ്. എൻ്റെ യൂട്യൂബിൻ്റെ പേര് ഇലിയാസ് ഫുഡ് ട്രാവൽ ആൻഡ് ടെക്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, അത് ഹാരിസ് ഭായ് ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് പാനസോണിക്കിന്റെ ലുമിക്സ് G85 എന്ന് പറഞ്ഞ മോഡൽ ക്യാമറയാണ് മെയിൻ ക്യാമറ. അതുപോലെ തന്നെ Canon G7X, അതുപോലെ GoPro എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഫാരിസ്, മലപ്പുറമാണ് സ്ഥലം. നിങ്ങളെ ലൈഫ് സ്റ്റൈൽ, അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നിൽക്കുന്ന റോയൽ സ്കൈ വരെ എത്തിയത്? എൻ്റെ ജോബേഷ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കേളകം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇക്കാൻ്റെ സ്റ്റോറി ഭയങ്കര ഇൻസ്പിറേഷനാണ്. പക്ഷേ ഇപ്പം മിക്ക ഗൾഫിലൊക്കെ പോയതിന് ശേഷം പിന്നെ എങ്ങനെ ഈ ഒരു ട്രാവൽസിലേക്ക് വന്നത്, മുന്നേ ഫാദർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് ആയത് ഇത് ഏറ്റെടുത്ത് ചെയ്തതാണോ? റോയൽ സ്കൈ ഹോളിഡേയ്സ് എൻ്റെ സ്വന്തം സ്ഥാപനമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ മുമ്പ് നടത്തി വന്നിരുന്ന എൻ്റെ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിനോടൊപ്പം തന്നെ ചേർന്ന് വർക്ക് ചെയ്യാവുന്ന ഒരുപാട് ആശയങ്ങൾ, ബിസിനസ് ആശയങ്ങൾ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ടൂർ പാക്കേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയും അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അതിനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ബിലാൽ MS, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ്. എനിക്കറിയാനുള്ളത്, റോയൽ സ്കൈ ഹാരിസ്ഖയുടെ സ്വന്തമാണോ, അത് എപ്പോഴാണ്, എപ്പോൾ തൊട്ടാണ് തുടങ്ങിയത് എന്നാണ് എനിക്കറിയാവുള്ളൂ. എൻ്റെ പേര് സന്ദീപ്, ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്കൊരു ചാനലുണ്ട്, കുസൃതി ട്രാവൽ ആൻഡ് ടെക് എന്നാണ് അതിൻ്റെ പേര്. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, കാത്തലിക് ടെക്നോളജിസ്റ്റായിട്ട്. എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് ട്രാവൽ ഏജൻസി തിരഞ്ഞെടുക്കാൻ കാരണം? ഇനി ഈ ട്രാവൽ ഏജൻസി ഇതുപോലുള്ള ബിസിനസ്സിലേക്ക് വരുന്നവരുടെ എന്ത് അഡ്വൈസാണ് ഹാരിസ് ഭായിക്ക് കൊടുക്കാനുള്ളത്? എൻ്റെ പേര് മനു എന്നാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. എങ്ങനെയാണ് ഹാരിസ് ഈ ബിസിനസ്സിലേക്ക് വന്നത്? എൻ്റെ പേര് നിജാസ് എന്നാണ്, സൗദി അറേബ്യയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നാട്ടിൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന പട്ടണത്തിലാണ് താമസം. ഹാരിസ്ക്ക് ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചേർന്നതെന്ന്. അപ്പോൾ ഈ റോയൽ സ്കൈ ഹോളിഡേയ്സ് എന്ന സ്ഥാപനവുമായിട്ട് വന്നിട്ടാണോ ഇന്ന് ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്, അതോ നേരത്തെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ?
റോയൽസ്കൈ ഹോളിഡേയ്സ് ആയിട്ട് വന്നിട്ടല്ല ഇത്തരം സൗഭാഗ്യങ്ങൾ ഉണ്ടായത്. നേരത്തെ തന്നെ അതൊക്കെ മുമ്പേ ഉള്ള റിക്രൂട്ട്മെന്റ് ബിസിനസ്സുകളും അതെല്ലാം തന്നെ നമ്മളെ പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളായിട്ടാണ് വളർന്നു വന്നത്. ഒറ്റയടിക്കുള്ളൊരു വളർച്ചയല്ലായിരുന്നു. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മളൊരു ഓരോ ഇപ്പോൾ ചവിട്ടുപടികളും ചവിട്ടി കയറി മുകളിലേക്ക് എത്തുന്നത് പോലെ ഘട്ടം ഘട്ടമായിട്ടാണ്. അതിനകത്ത് റോയൽസ്കൈയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ജാസർ, ഞാൻ തൊടുപുഴയിൽ നിന്നുമാണ്. എനിക്ക് ഹാരിസിക്കാട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗൾഫിൽ നിന്ന് വന്നിട്ട് എങ്ങനെയാണ് റോയൽസ്കൈ എന്ന സ്ഥാപനം തുടങ്ങാനുണ്ടായ കാരണം? MH ഹാരിസ് കാസർഗോഡാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, റോയൽ സ്കൈ ഹോളിഡേ തുടങ്ങാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ട്രാവൽ ഏജൻസി തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് നടത്തി വന്നിരുന്ന മാൻ പവർ കൺസൾട്ടൻസിയുടെ ഒപ്പം തന്നെ ചേർന്ന് ചെയ്യാവുന്ന ഒരു ബിസിനസ് ആശയം എന്നുള്ള നിലക്കാണ് നമ്മൾ ട്രാവൽ ഏജൻസിനെ നോക്കി കണ്ടത്. പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ചെണ്ട കൊട്ടാൻ പഠിച്ചാലും നന്നായിട്ട് കൊട്ടുന്നവനെ, ഏറ്റവും നന്നായിട്ട് കൊട്ടുന്നവർക്ക് ആ ടീമിന് എന്നും ഡിമാൻഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, നല്ല സർവീസ് കൊടുത്ത് കസ്റ്റമേഴ്സിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ സക്സസ്. ഹാരിസ് ഖാ, എൻ്റെ പേര് അൽ അമീൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നിന്നാണ്. അംസാലി വ്ളോഗ്സ് എന്നൊരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട്. ഹാരിസ് ഖായുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഉപ്പ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ ഞങ്ങൾ കണ്ടതിൽ നിന്നും അങ്ങനെ ഒരു വലിയ ബിസിനസ് മൈൻഡുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത്രയും സക്സസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ എന്ന നിലക്കും ഒരു ട്രാവൽ ഏജന്റ്, ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലക്കും ഇത്രയും സക്സസ് ആവാനുള്ള ഒരു പിൻബലം, ഒരു ഇൻസ്പിറേഷൻ, അത് ഇങ്ങനെ സക്സസ് ആവാൻ കാരണം എന്താണ്? സക്സസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞവർ എന്നുള്ള ഒരു മീനിങ് വരുന്നില്ല. നമ്മൾ നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതിക്ക് മുമ്പുള്ള പല ചോദ്യങ്ങൾക്കും തന്ന ഉത്തരം പോലെ തന്നെ നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ്ഡ് ആവുക എന്നുള്ളത് മാത്രമാണ്. വർക്ക് ഫോക്കസ് ചെയ്യുക, അതിനിടയിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ അതിജീവിക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സും സ്വാഭാവികമായിട്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ ഷബീർ, സൗദി അറേബ്യയിൽ നിന്നാണ്, ജിദ്ദയിൽ നിന്നാണ്. നാട്ടിൽ തൃശ്ശൂർ കുന്നംകുളം എന്ന് പറയും. പിന്നെ ഹാരിസ്കാടെ അനിയന് ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ഹാരിസ്കാടെ അനിയന് എന്തൊക്കെ വർക്ക് അവിടെ ചെയ്യണ ഖത്തറിലാന്ന് പറഞ്ഞു. പിന്നെ അവർ താമസം ഹാരിസ്കാടെ കൂടെയാണോ, അതുപോലെ ഹാരിസ്കാടെ പെങ്ങള് അവരൊക്കെ എങ്ങനെ, എന്താ നിങ്ങളുടെ കൂടെ തന്നെയാണോ അതോ താമസം, അതോ അവർ വേറെ വീട് വെച്ചിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ മൂത്താളിന്റെ താഴെ അനിയന് പെങ്ങള്. അനിയന്റെ പേര് അനസ് അമീറലി, താഴെ അനീസ അമീറലി. രണ്ടാളും ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ അനിയന് സെപ്പറേറ്റ് വീട്, ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ നീങ്ങി സെപ്പറേറ്റ് വീടും, ഇതെന്റെ ആള് സെപ്പറേറ്റ് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് സുനൈബ്, ലക്ഷദ്വീപാണ് സ്വദേശം. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപ് എന്നാണ് ഞാനിപ്പോൾ ഹാരിസക്കയോട് സംസാരിക്കുന്നത്. എനിക്ക് ഹാരിസക്കയോട് ചോദിക്കാനുള്ളത്, ലോകരാജ്യങ്ങളിൽ തന്നെ ഏറെക്കുറെ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ് ഹാരിസിക്ക. ഹാരിസിക്കക്ക് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനി എപ്പോഴാണ് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഹാരിസിക്ക ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളിൽ എനിക്ക് ലക്ഷദ്വീപിൽ നിന്ന് ധാരാളം ഫാമിലികൾ എന്നോടൊപ്പം പല സെക്ടറിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ക്ഷണം ഉണ്ട്. പലപ്പോഴും ഇതിനോടകം 3-4 പ്രാവശ്യം തയ്യാറായതാണ് വരാൻ വേണ്ടിയിട്ട്. പിന്നീട് പല കാരണങ്ങളാൽ, പല തിരക്കുകളാൽ പിന്നോക്കം പോയതാണത്. തീർച്ചയായിട്ടും ഈ കൊറോണ കാലഘട്ടത്തിനൊക്കെ ശേഷം ഭംഗിയായിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ വരുന്നതുണ്ട്. സെപ്പറേറ്റ് തന്നെ വ്ലോഗും ലക്ഷദ്വീപ് രുചികളുമായിട്ട് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തും. ഹാരിസ് ഖാൻ്റെ പേര് സമദ് എന്നാണ്, വീട് പെരുമ്പാവൂരാണ്. ഞാൻ സുജിത്ത് ഭക്തൻ്റെ ഒരു ചാനലിൽ കണ്ടുവരുന്നു, ജയിലിൽ കിടന്നിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരു സീൻ കണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും അധികം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതിനെ എല്ലാം തരണം ചെയ്യാൻ വേണ്ടി കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേറ്റർ വാപ്പായാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും വാപ്പാടെ സപ്പോർട്ട്, വാപ്പാടെ ഉപദേശങ്ങളും എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ വിജയിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. റിയാസാണ്, കോഴിക്കോടാണ് സ്ഥലം. ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാരിസ് ഖാനോട് ചോദിക്കാനുള്ളത്, ഒരുപാട് രാജ്യങ്ങൾ ഹാരിസ് ഖാൻ സന്ദർശിച്ചിട്ടുണ്ടല്ലോ. ഈ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഹാരിസ് ഖാക്ക് പരിചയവും പരിചയവും ഒക്കെ അടിപൊളിയാണ്. വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇതിൽ സന്ദർശിച്ച ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭാഷ ഹാരിസ് ഖാൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര രാജ്യങ്ങളിലെ ഭാഷ അറിയാം?
അതൊരു വല്ലാത്ത ചോദ്യമായി പോയി. ഭാഷ നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോ രാജ്യങ്ങളിലും വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ രീതി വെച്ചിട്ട് എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും വരണമെങ്കിലും ഗൈഡ് കം ഡ്രൈവേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതിനകത്ത് തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു തന്നോളും. അതിൻ്റെ പേരിൽ ഭാഷ പഠിക്കാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി തായ് ഒക്കെ കുറേയൊക്കെ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം തായ്ലൻഡ് സന്ദർശിച്ചതിൻ്റെ പേരിൽ സാധാരണ നമ്മുടെ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും കുറച്ച് അറബിയൊക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിപ്പോയിരുന്നു. ഞാൻ സെമിൽ നീലഗിരി ഫ്രം തമിഴ്നാട്. സുജിത്തേട്ടൻ്റെയും അതുപോലെ തന്നെ ആരിസിക്കയുടെയും ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഏകദേശം 65 അപ്ലോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിർഭാഗ്യവശം എന്നിരിക്കെ അതിൽ ഒന്നും തന്നെ വിജയിച്ചില്ല. ചാനലിൻ്റെ പേര് ട്രാവൽ ബൈ സെമിൽ എന്നാണ്. ആരിസിക്ക, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ ഇതുവരെ എത്തി, അതിനുള്ള രഹസ്യം എന്താണ്? അതുപോലെ തന്നെ എനിക്കും ആരിസിക്കയെ പോലെ വളരണം, അതിൻ്റെ രഹസ്യം ആരിസിക്ക പറഞ്ഞു തരണം. സുഹൃത്തെ, ചാനൽ വിജയിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് സുഹൃത്തിനോട് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വന്ന എല്ലാവരോടും കൂടി പറയാനുള്ളതാണ്. നിങ്ങൾക്ക് തൃപ്തികരമാവുന്ന ഒരു വീഡിയോസ് നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ക്രമേണ ചാനൽ വളർന്നോളും. തൃപ്തികരമാവുമ്പോൾ നിങ്ങൾ ആ വർക്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ വീഡിയോയിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് വിലയിരുത്തിയിട്ട് വേണം ആ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കണ്ടന്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ, പ്രേക്ഷകർക്ക് അത് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പടിപടിയായിട്ട് നിങ്ങളുടെ ചാനൽ വളരുക തന്നെ ചെയ്യും. ഒരു ടെൻഷനും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്കാണെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിരാശരാവാതിരിക്കുക. ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ആയി. എൻ്റെ പേര് റാമി സുനൈസ് എന്നാണ്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. ഞാൻ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. ആരിസ് ഖാൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആരിസ് ഖാൻ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലം ഏതാണുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലം ഏതാണുള്ളത്? പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തതായിട്ട് അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല. നമ്മളങ്ങനെ ആഗ്രഹിച്ചാൽ നമ്മളത് പോയിരിക്കും എന്തിനായാലും. നിലവിൽ അങ്ങനത്തെ ഇതില്ല. നമ്മൾ ഓരോ രാജ്യങ്ങളും നമ്മൾ പടിപടിയായിട്ട് പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം നമ്മുടെ ലേ ലഡാക്ക് ഒരിക്കൽ കൂടി പോകണമെന്നുണ്ട്. ബൈക്കുമായിട്ട് പോകണമെന്നൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അതാണ് നമുക്കിപ്പോൾ യാത്രയിൽ നമ്മുടെ ഒരു ത്രില്ലായിട്ട് നിൽക്കുന്നത്. എൻ്റെ പേര് സുജിത്ത്. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഹാരിസിക്കാട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ത്യയിൽ നമ്മൾ കാണാത്ത, നമ്മൾ എത്തിച്ചെല്ലാത്ത, നമ്മളറിയാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ജീവിത രീതിയുണ്ട്, ഭാഷകളുണ്ട്. അതെല്ലാം താങ്കളുടെ ആ വേറിട്ട പ്രത്യേക അവതരണ ശൈലിയിലൂടെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. പടിപടിയായിട്ട് നമ്മൾ ഓരോന്നും ചെയ്തിടും. നിങ്ങൾ പ്രേക്ഷകർ തരുന്ന സപ്പോർട്ട്, നിങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പരിഗണിക്കുന്നതും വരുന്നതായിരിക്കും. ഹലോ ചേട്ടാ, എൻ്റെ പേര് വിഘ്നേഷാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ചേട്ടൻ കൂടുതലും വീഡിയോ ചെയ്തിട്ടുള്ളത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ട്രാവൽ വ്ളോഗിങ് അതിൻ്റെ കുറിച്ചാണ്. ചേട്ടന് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളല്ലാതെ വേറെ രാജ്യങ്ങളിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണേ ട്രാവൽ വ്ളോഗിങ് അങ്ങനെ ഇനി ഈ കൊറോണ കാലം കഴിഞ്ഞിട്ട് വല്ലതും പ്ലാനിങ് അങ്ങനെ ചെയ്യുന്നുണ്ട് ചേട്ടാ? സാധാരണക്കാർക്ക് കടന്നു ചെല്ലാവുന്ന രാജ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. ഇത് നമ്മളിപ്പോൾ ഒരു 25,000 മുതൽ 45,000 50,000 രൂപയ്ക്കുള്ളിൽ കടന്നു ചെല്ലാവുന്ന 10-20ഓളം രാജ്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റുമൊക്കെ ഉള്ള ഒരുപാട് യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പടിപടിയായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ഒരു വിഷ്ണു. ഞാൻ എറണാകുളം നോർത്ത് പറവൂരാണ് എൻ്റെ വീട്. ഞാൻ ഹാരിസിക്കയുടെ നല്ലൊരു ഫാനാണ്. ഹാരിസിക്കയുടെ എല്ലാ വീഡിയോസും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഹാരിസിക്കനോട് ചോദിക്കുകയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ടൂറിസം മേഖലയിൽ എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നമ്മൾ ഏത് മേഖലയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഡൊമസ്റ്റിക് ആണോ ഇന്റർനാഷണൽ ആണോ എന്നുള്ളതാണ് ആദ്യത്തേത്. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാണ് വേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രത്യേകിച്ച് തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, അതിനകത്ത് തായ്ലൻഡൊക്കെ നല്ലൊരു ശതമാനം ആൾക്കാർ പോകാൻ മടിച്ചു നിന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് നല്ല രീതിയിൽ കുടുംബസമേതം യാത്രകൾ, വലിയ വലിയ ഗ്രൂപ്പുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് ബിസിനസിന്റെ രീതി മാറ്റിയെടുക്കാനും അതിലൂടെ തന്നെ മാറ്റിയെടുക്കുന്നതിനൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും 100% സംതൃപ്തി കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഇത്. അതെല്ലാം തന്നെ നമ്മളുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. റിൻഡോ എന്നാണ് പേര്. വീട് വൈന്തല കണിച്ചായി എന്ന് പറയും.
ഇപ്പോൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നതൊക്കെ, ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ. ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം. അതായത് ഹാരിസ്ക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ജെന്യുനായിട്ടുള്ള ഒരു ടേസ്റ്റ് ഞങ്ങൾ അറിയിക്കണം. അതായത് വേറെ എവിടെ നോക്കരുത്, ഹാരിസ്ക്കയുടെ സ്വന്തം റെസിപ്പി ആയിരിക്കണം. അതെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് നോൺ വെജ് ആവാം, വെജ് ആവാം, എന്ത് വേണമെങ്കിലും. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഏരിയയിൽ കിട്ടുമെന്ന് എനിക്കറിയാം. എൻ്റെ പപ്പ അവിടെ നിന്ന് പറയാറൊക്കെ ഉണ്ട്. കുറച്ച് സേഫ്റ്റി നോക്കിയിട്ട് കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബെറ്റർ സാധനം കുക്ക് ചെയ്തിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം പറയണം എൻ്റെ അടുത്ത്, എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഞാനൊരു സ്ഥലത്ത് കണ്ട ഒരു ഇതാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച നമുക്കത് കാണാം. ജെട്ടി റോൾസ് എന്ന് പറഞ്ഞിട്ട്. ജെട്ടി റോൾസ് എന്ന് പറഞ്ഞത് ഒരു ജെട്ടിയിൽ നടത്തുന്ന ഒരു റോളിന്റെ പേരായിരുന്നെങ്കിൽ അത് ഞാൻ എൻ്റെ രീതിയിൽ ജെട്ടി റോൾസ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഞാനിവിടെ കേരളത്തിൽ അവതരിപ്പിക്കുകയാണത്. നിങ്ങളത് കാണുക, എന്നിട്ട് അതിന്റെ ഗുണഗണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങൾ തന്നെ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. എൻ്റെ പേര് റിൻഷാദ്, സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ്. ഹാരിസ് ഖാൻ ഒരുപാട് ഇഷ്ടമാണ്. ഹാരിസ് ഖായുടെ വീഡിയോയിൽ സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് ഒരുപാട് ഹാരിസ് ഖാൻ പറയാറുണ്ട്. ഈ സുഹൃത്തുക്കളെ കുറിച്ച് ഹാരിസ് ഖാക്ക് എന്താണ് പറയാനുള്ളത്? സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു അവസ്ഥയിലും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ വെറുതെ കമ്പനിക്ക് ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞു പോകുന്നതിലും അതുപോലെ നമ്മുടെ നല്ല സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുന്നതിൽ മാത്രം കാര്യമില്ല. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ശരിക്കും ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടാവണം ഇവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ധാരാളം ഇതുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ആ നിലക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ നോക്കി കാണേണ്ടത്. ആത്മാർത്ഥമായിട്ട് നമ്മളുടെ കൂടെ നിൽക്കാവുന്ന സുഹൃത്തുക്കൾ എന്നും നമുക്കൊരു താങ്ങും തണലുമായിരിക്കും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ പേര് അനന്തു. എൻ്റെ വീട് ആമ്പല്ലൂരാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു 2 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്ന്, നമ്മളൊരു ട്രാവൽ ഏജൻസി തുടങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് നമ്മളെ തേടി വരുന്ന കസ്റ്റമറിനും അതുപോലെ നമുക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതുപോലെ തന്നെ ഇക്ക മറ്റേ MG എടുത്ത സമയത്ത് ഇക്ക കീ കൊടുപ്പിച്ചത് ഉമ്മനെ കൊണ്ടാണ്. അത് ഇക്കയുടെ വൈഫ് ചേച്ചിനെ കൊണ്ടാണ് ഉമ്മനെ കൊണ്ട് കൊടുപ്പിച്ചത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേന് ചേച്ചീനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ചേച്ചിയുടെ വീട് എവിടെയാണ്, എന്താണ് കാര്യങ്ങളൊക്കെ ഇക്കൊന്ന് വിശദീകരിക്കാമോ? ട്രാവൽ ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവരുടെ വഴി നമുക്ക് എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളത്. അത് എയർ ടിക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവർ പോകുന്ന ഹോട്ടലുകളായിക്കോട്ടെ, മറ്റ് യാത്രകളും കാഴ്ചകളും എന്തും ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു മേഖലയിൽ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുക. അതിനകത്ത് അവരെക്കാൾ ഉപരി നമ്മൾക്ക് 100% കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കുക. ആ പോകുന്നവർ ഹാപ്പി ആയിരിക്കും, നമ്മുടെ പാർട്ട് ക്ലിയർ ആണെന്ന്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കും. ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റിൻകരയിലാണ് ഭാര്യയുടെ വീട്. ഞാൻ IT പഠിക്കുമ്പോൾ മറ്റൊരു ട്രേഡ്, ഞാൻ വെൽഡറായിരുന്നു, ഇലക്ട്രോണിക് ഇതിനകത്ത് പഠിച്ചിരുന്ന കുട്ടിയാണ്. അന്ന് മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം വീട്ടിൽ പറഞ്ഞ് അത് ജീവിതത്തിൽ നമ്മളോടൊപ്പം കൂടിയതാണ്. അതിനാൽ തന്നെ ഒപ്പം പഠിച്ചതിന് വേണ്ടി തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നു. എൻ്റെ പേര് സനോജ്. ഞാൻ തിരുവല്ലയ്ക്കടുത്ത് മുണ്ടിയപ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഹാരിസ്കയെ കുറിച്ച്. ഹാരിസ്ക പൊളിയാണ്. കാര്യം എപ്പോഴും ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലെത്തുന്ന ഹാരിസ്കയുടെ വിവരണങ്ങളായാലും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് യൂട്യൂബ് ചാനലിലൂടെ. ഇപ്പം ഹാരീസ് അമീറാലി എന്ന് പറയുന്ന യൂട്യൂബർ, അതോടൊപ്പം റോയൽ സ്കൈ ഹോളിഡേയ്സിൻ്റെ MD, ആ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനിലേക്ക് എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു യൂട്യൂബറിലേക്ക് എത്തുന്നതിന് മുമ്പ് താങ്കൾ സിനിമാ നടൻ ആകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു തൊഴിലാളിയായിട്ട് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴും താങ്കൾ കളയാതെ കൈവിടാതെ കാത്തു സൂക്ഷിച്ച ഒരു മൂല്യം എന്താണ്? ആ മൂല്യമാണ് ഇന്നത്തെ ഹാരിസ് അമീറാലിയെ വാർത്തെടുത്തതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചാൽ ഉപകാരമായിരിക്കും. സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നപ്പോൾ നമ്മുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് നമ്മുടെ വീട് എങ്ങനെയെങ്കിലും കരകയറ്റുക, വീട്ടുകാരെ നമ്മളോടൊപ്പം ഉള്ളവരൊക്കെ വളരെ സേഫായിട്ട് ഇരുത്തുക, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം പക്ക നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് കുടുംബമായിരുന്നു. അപ്പോൾ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തന്നെയാണ്. കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് അവസരങ്ങൾ, അടിച്ചു പൊളിക്കാനായിട്ടും നമുക്ക് ലാവിഷാക്കാനൊക്കെ ആയിട്ട് കിട്ടുന്ന അവസരങ്ങളും പൈസ ആയിരുന്നാൽ പോലും നമ്മളതൊക്കെ കുടുംബത്തിന് ഓർത്ത് നമ്മൾ സേവ് ചെയ്ത് നമ്മൾ കുടുംബത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചു. അത് തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത്. എൻ്റെ പേര് ബിബിൻ. എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. വാപ്പച്ചി പട്ടാളത്തിലായിരുന്നു പറഞ്ഞു. ഹാരിസിക്ക വാപ്പച്ചി പട്ടാളത്തിലായിരുന്നു പറഞ്ഞു. എത്ര നാൾ വാപ്പച്ചി സർവീസിൽ ഇരുന്നിട്ടുണ്ട്.
ഏതിലായിരുന്നു, ഏതായിരുന്നു ട്രേഡ് ഏതായിരുന്നു? വാപ്പിച്ച് ഏതാണ്ട് 9.5 വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം ഒരു ആക്സിഡന്റിൽ ആൾക്ക് പിന്നെ ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ആള് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ബോക്സർ ആയിരുന്നു, നല്ല സിംഗർ ആയിരുന്നു, ഡാൻസർ ആയിരുന്നു. ഇതിനകത്തൊക്കെ ആർമിയിൽ വെച്ചിട്ട് ആള് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗാലാൻഡ്, ഡെറാഡൂൺ, ഗോവ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ആള് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹലോ ഹാരിസിക്ക, എൻ്റെ പേര് മാർട്ടിൻ മാത്യു, നാട്ടിൽ കണ്ണൂരാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മാൾട്ടയിൽ നിന്നാണ്. ഹാരിസിക്കയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ എന്ന കൺസെപ്റ്റിലേക്ക് ഹാരിസിക്ക എത്തിപ്പെടുവാനും അതിന് ഇൻസ്പയർഡ് ആയ വ്യക്തികളെക്കുറിച്ചും ഒന്ന് ഷെയർ ചെയ്ത് സംസാരിക്കാമോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്, ഇൻസ്പയർ ആയ വ്യക്തികളെ കുറിച്ച് എല്ലാം തന്നെ. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സ്ഥാപനത്തിലുള്ള കസ്റ്റമേഴ്സിന് അതിന്റെ പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നമ്മൾ ആദ്യമായിട്ടൊരു ക്യാമറ മേടിച്ച് ഇത്തരം വീഡിയോസ് തയ്യാറാക്കുക എന്നുള്ളത്. പിന്നീട് ഒരു ക്ലാസ്സിൽ സുജിത് ഭക്തൻ നടത്തിയൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും പിന്നീട് അവരോടൊപ്പം യാത്ര ചെയ്യുകയും ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് മാറുകയാണ് ചെയ്തത്. അസ്സലാമു അലൈക്കും. ഹാരിസ്ക, എൻ്റെ പേര് അബൂ താഹിർ എന്നാണ്. കാസർഗോഡാണ് സ്വദേശം. ഇപ്പോൾ ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഹാരിസ്കയുടെ ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇഷ്ടം തോന്നിത്തുടങ്ങിയത് ആ KFC വീഡിയോ മുതലാണ്. എനിക്ക് ഹാരിസ്കയോട് ചോദിക്കാനുള്ളത്, ഒരു യൂട്യൂബർ ആയതിനു ശേഷം ഹാരിസ്കയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എനിക്ക് യൂട്യൂബർ ആവേണ്ടായിരുന്നു എന്നുള്ള തോന്നലുകൾ എപ്പോഴെങ്കിലും സാർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. യൂട്യൂബർ ആകണ്ടായിരുന്നു എന്നൊന്നും നമ്മൾ തോന്നിയിട്ടില്ല. കാരണം ആരും നമ്മളെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ലല്ലോ ഈ വർക്ക്. നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. പിന്നെ ഇടയ്ക്കിട്ടുള്ള വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ്, വീട്ടിലുള്ളവരൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള തെറികളും മറ്റൊക്കെ കാണുമ്പോഴാണ് അല്പമെങ്കിലും മനസ്സ് വേദനിക്കാറ്. അല്ലാത്തടത്തോളം നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നമുക്ക് വളരെ സന്തോഷമാണ്. അതിന്റെ പേരിലാണല്ലോ ഇപ്പോഴും എനിക്ക് പ്രേക്ഷകരായിട്ട് ഇതുപോലെ സംവദിക്കാൻ പറ്റുന്നത്. എൻ്റെ പേര് റനീസ്, തളിപ്പറമ്പ്, കണ്ണൂരാണ്. എൻ്റെ ഒരു യൂട്യൂബ് ഉണ്ട്, ചാനൽ ഉസ്താദ് കിച്ചൺ. അപ്പോൾ നിങ്ങളെ ചാനലിൽ നിന്നും ഏകദേശം ഒരു 9-10 മാസം മുമ്പ് ഞാൻ വൈക്കോൽ ഉപയോഗിച്ചിട്ടൊരു ചിക്കന് തായ്ലൻഡിൽ നിന്ന് ചുടുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ മസാല ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വൈക്കോൽ ചിക്കൻ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ. നമ്മൾ അന്ന് ചെയ്ത വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി അതിന്റെ മസാല കൂട്ട് സഹിതം ഞാൻ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. ആദ്യം വരും ദിവസങ്ങളിൽ 1-2 വാക്കുകളിൽ ആ മസാല പറഞ്ഞ് തീർത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് വൈക്കോൽ ചിക്കന്റെ വീഡിയോ വരുന്നതായിരിക്കും. അതായത് നാട്ടിൽ ഇപ്പോഴത്തെ ബക്കറ്റ് ചിക്കൻ, നമ്മുടെ വൈക്കോൽ ചിക്കൻ എന്താണെന്ന് നമുക്ക് കാണാം. ഇനിയും ധാരാളം സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ ഈ എപ്പിസോഡിൽ, ഇതിക്ക് മുമ്പുള്ള എപ്പിസോഡിലെല്ലാം നൽകി കഴിഞ്ഞതിനാൽ അത് തൽക്കാലം അതിന്റെ വിഷ്വലുകൾ ഇവിടെ ചേർത്ത് പോകുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തരം ക്വസ്റ്റ്യനുകൾ അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ നമുക്ക് തൽക്കാലം ഇനിയിപ്പോ നമ്മൾ ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. കാരണം ഒരുപാട് സമയം ഇതിനു വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബോറടിച്ചെങ്കിൽ സദയം ക്ഷമിക്കുക. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും വീണ്ടും റിപ്പീറ്റൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്, അதையும் സദയം ക്ഷമിക്കുക. അപ്പൊ നമ്മൾ ഇനി അടുത്ത ദിവസം നമ്മുടെ തോക്ക് ജീവിതമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. വീഡിയോസ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. നമുക്ക് നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.